സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനായി ധനവകുപ്പിന്റെ കീഴിൽ രൂപീകരിച്ചു പ്രവർത്തിക്കുന്ന ബോർഡാണ് കിഫ്ബി. 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് സ്ഥാപിതമായ കിഫ്ബിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ധനമന്ത്രിയും കിഫ്ബി സിഇഒ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയുമാണ്. കൂടാതെ സംസ്ഥാന ചീഫ് സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, നിയമ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ധനവിഭവ സെക്രട്ടറി എന്നിവരും കിഫ്ബി കോർപ്പറേറ്റ് ബോർഡിൽ അംഗങ്ങളാണ്. ഇവർക്കു പുറമെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള 7 സ്വതന്ത്ര അംഗങ്ങളും കിഫ്ബിയിലുണ്ട്. കോർപ്പറേറ്റ് ബോർഡ് കൂടാതെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. ഇതിന്റെ ചെയർമാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൻ്റെ വികസന രംഗത്ത് സമാനതകളില്ലാത്ത വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷക്കാലം ഗവൺമെൻറ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് കിഫ്ബി വഴിയുള്ള നിക്ഷേപ പദ്ധതികൾ, നിർമ്മാണ പദ്ധതികൾ, വികസന പദ്ധതികൾക്കാണ്. ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി വഴി അനുമതി നൽകി പല ഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പല പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞു. ഗതാഗതം, ജലശുദ്ധീകരണം, ഊർജം, സാമൂഹികവും വാണിജ്യപരവുമായ അടിസ്ഥാന സൗകര്യ വികസനം, IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബിയുടെ സ്ഥാപിത ലക്ഷ്യം. കൂടാതെ ഗവൺമെന്റിന്റെ വിവിധ സംവിധാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും കിഫ്ബി പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, വൈദ്യുതി, ജലവിതരണം തുടങ്ങിയ എല്ലാ സുപ്രധാന മേഖലകളിലും കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവയെ കൂടാതെ കെ-ഫോൺ, പെട്രോ കെമിക്കൽസ് ആൻഡ് ഫാർമ പാർക്ക്, തീരദേശ മലയോര ഹൈവേ, പവർ ഹൈവേ, ലൈഫ് സയൻസ് പാർക്ക്, ഹൈടെക് സ്കൂൾ എന്നിവയുടെ നിർമ്മാണവും കിഫ്ബി പദ്ധതിയിലൂടെ ധനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്നവയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊന്നായിട്ടുള്ള ദേശീയപാത കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ പോകുന്ന നമ്മുടെ ദേശീയപാതയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരളം 4/1 ഭൂവില നൽകേണ്ടി വന്നു. അത് കേരളം മാത്രമേ നൽകേണ്ടി വന്നിട്ടുള്ളൂ ഇന്ത്യയിൽ. പക്ഷെ അങ്ങനെയുള്ള പണം കൊടുക്കാൻ കിഫ്ബി വഴി നമുക്ക് ആ പണം സമാഹരിച്ചതുകൊണ്ടാണ് ആ റോഡ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. അടുത്ത 50 വർഷം മുന്നേ കൂട്ടിക്കണ്ട് നിർമ്മിക്കുന്ന ഈ പദ്ധതികളെല്ലാം ധനകാര്യ വകുപ്പിന്റെ കീഴിൽ കിഫ്ബിയുടെ നിയന്ത്രണത്തിൽ നിർമ്മിക്കുന്നവയാണ്. കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള തീരദേശ കനാൽ നിർമ്മാണം ഇതിനൊരുദാഹരണം മാത്രം. കൂടാതെ വിവിധയിടങ്ങളിലുള്ള റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഗ്രാമീണ ചന്തകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളൊക്കെ ഫണ്ട് ചെയ്ത് നിർമ്മിക്കുന്നത് കിഫ്ബി മുഖാന്തരമാണ്.
യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ, ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആതുര സേവന കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ കിഫ്ബിക്ക് സാധിച്ചു. കിഫ്ബി വഴി 2024 മാർച്ച് 31 വരെ 66,143.49 കോടി രൂപയുടെ 1,103 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 32,317.03 കോടി രൂപയുടെ 625 പദ്ധതികൾ പൂർത്തിയായി വരുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 33,101 കോടി രൂപയ്ക്കുള്ള 511 പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിൽ 233 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, 15 ഫ്ലൈ ഓവറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇടനാഴിക്കായി 1000 കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുകയുണ്ടായി. വന്യജീവി ആക്രമണം തടയുന്നതിനായി 220 കോടി രൂപയും കിഫ്ബി വഴി ലഭിക്കുകയുണ്ടായി. വന്യജീവി ആക്രമണത്തിൽ നിന്ന് തദ്ദേശവാസികളെ രക്ഷിക്കുന്നതിനായി 95 കിലോമീറ്റർ സൗരോർജ്ജ വേലി സ്ഥാപിക്കുകയുണ്ടായി. കിഫ്ബി വഴി 973 സ്കൂളുകൾ നവീകരിച്ച് 52,000 ക്ലാസ് മുറികൾ ഹൈടെക് സംവിധാനത്തിലാക്കി. AC-യുള്ള ക്ലാസ് മുറികളും ലിഫ്റ്റ് വെച്ച സ്കൂളുകളും ഒക്കെയായി ക്ലാസ് മുറികളെ സ്മാർട്ട് ആക്കുന്നതിൽ കിഫ്ബിയുടെ പങ്ക് ചെറുതൊന്നുമല്ല. ഇതിനെല്ലാം പുറമെ ഗതാഗതം, ഊർജം, അടിസ്ഥാന സൗകര്യ വികസനം, IT, ജലശുചീകരണം എന്നീ മേഖലകളിലെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കിഫ്ബി പൂർത്തിയാക്കി വരുന്നു.
സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലാക്കുന്നതിനു പുറമെ IT പാർക്ക്, സയൻസ് പാർക്ക് ഇവയൊക്കെ ഉയർന്ന നിലവാരം കാത്തുസൂക്ഷിക്കുന്ന നിർമ്മിതിയിലാക്കാനായി ഇവയ്ക്കു പുറമെ സർവകലാശാല ലബോറട്ടറി ഉൾപ്പെടെയുള്ള നിർമ്മാണവും കിഫ്ബി വഴി സുഗമമാക്കാനായി സംസ്ഥാന ബജറ്റിൽ കിഫ്ബി ധനസഹായത്തിനായി മുൻഗണനാ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൗൺസിലിന്റെ തീരുമാനത്തിലൂടെയോ ധനസഹായ പ്രക്രിയകൾ ആരംഭിക്കുന്നതിനോടൊപ്പം പദ്ധതിയുടെ സമയബന്ധിത പ്രവർത്തനങ്ങളും തുടങ്ങുകയായി. നിരവധി വികസന പദ്ധതികൾ, സ്കൂളുകൾ, ഏറ്റവും ആധുനികമായ സൗകര്യമുള്ള ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, നമ്മുടെ നാട്ടിലെ നിരവധി റോഡുകൾ, തീരദേശ ഹൈവേ ആയാലും മലയോര ഹൈവേ ആയാലുമുള്ള അടക്കമുള്ള പ്രവർത്തനങ്ങൾ, ബൈപ്പാസുകൾ എല്ലാം നിർമ്മിക്കുന്നതിന് കിഫ്ബി വഴിയൊരുക്കിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കിഫ്ബി എന്ന മോഡൽ മുൻകൂട്ടി നിർമ്മാണ പ്രവർത്തനങ്ങളാകെ നടത്തുകയും വർഷങ്ങൾ കൊണ്ട് അത് തിരിച്ചടക്കുകയും ചെയ്യുന്ന നമ്മുടെ സാധാരണ വീടും ഒക്കെ പണിയാനായിട്ട് നമ്മൾ ലോൺ എടുത്ത് ചെയ്യുന്നത് പോലൊരു സമ്പ്രദായമാണ് കിഫ്ബി വഴി കൊണ്ടുവന്നത്. അതുവഴി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ സഹായം ചെയ്തിട്ടുണ്ട്. പ്രായോഗികമായി ഇപ്പോഴതിന് ചില ബുദ്ധിമുട്ടുകൾ കേന്ദ്രത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കിഫ്ബിയുടെ പ്രവർത്തകരാകെ ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കിഫ്ബി ഒരു വലിയ അംഗീകൃത മോഡലായി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനത്തിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതാണ് കിഫ്ബിയുടെ പ്രവർത്തനം. ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖല മുതൽ ഗ്രാമീണ വികസനം വരെ എന്തും കിഫ്ബിയുടെ കീഴിൽ വളരെ പുരോഗമിച്ചു വരുന്നു. കേരളത്തെ വികസന കുതിപ്പിലേക്ക് നയിക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാവി വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് വർഷം തോറും കിഫ്ബിക്ക് ഗ്രാന്റായി നൽകിക്കൊണ്ട് ഈ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഉരുത്തിരിയുന്നത്. നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന പല പദ്ധതികളും പ്രാവർത്തികമാക്കിയ കിഫ്ബി ധനകാര്യ വകുപ്പിന് എന്നും മുതൽക്കൂട്ട് തന്നെയാണ്.